ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാറൻ ബഫറ്റ് ലോക സാമ്പത്തിക രംഗത്ത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരേയൊരു നാമം. ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വിജയം, സമ്പത്ത്, നിക്ഷേപ ജീനിയസ് എന്നിവയെയാണ്. ലോകത്തെ ഏറ്റവും വിജയകരമായ നിക്ഷേപകരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അദ്ദേഹത്തിന്റെ നിക്ഷേപ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇത്രയും വിജയകരമാകുന്നത്? അതിന് പിന്നിലെ രഹസ്യം അദ്ദേഹത്തിന്റെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ 7 നിക്ഷേപ തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ അനുസരിച്ച് നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് വളർത്താനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സഹായിക്കും. 1. മൂല്യവത്തായ ഗുണങ്ങൾ: ബുദ്ധി, ഉത്സാഹം, സമഗ്രത. ബഫറ്റ് പറയുന്നത് ഒരു വ്യക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ബുദ്ധി, ഉത്സാഹം, സമഗ്രത അഥവാ ഇന്റഗ്രിറ്റി എന്നിവയാണെന്നാണ്. ഈ 3 ഗുണങ്ങളും ഒരാളിൽ ഉണ്ടെങ്കിൽ അവർ വിജയിക്കും. എന്നാൽ സമഗ്രതയില്ലാത്ത ഒരു വ്യക്തി മറ്റു 2 ഗുണങ്ങളും ഉണ്ടെങ്കിലും അപകടകാരിയായിരിക്കും. അതിനാൽ ഈ 3 ഗുണങ്ങളും നേടിയെടുക്കാൻ പരിശ്രമിക്കുക. 2. വിപണിയുടെ സ്വഭാവം മനസ്സിലാക്കുക. നിക്ഷേപകർ പലപ്പോഴും വികാരാധീനരായിരിക്കും. വിപണി ഉയരുമ്പോൾ അതിയായ ആവേശവും, അതായത് യൂഫോറിയ താഴുമ്പോൾ അതിയായ നിരാശയുമാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പലരും മുൻകാല ലാഭത്തെയോ നഷ്ടത്തെയോ അടിസ്ഥാനമാക്കി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ഒരു നല്ല നിക്ഷേപകൻ വിപണിയുടെ ഈ വികാരാധീനതകളെ അവഗണിച്ച് അടിസ്ഥാന മൂല്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നിക്ഷേപിക്കും. ആയതിനാൽ വിപണിയുടെ ഏറ്റക്കുറച്ചിലുകളിൽ വികാരങ്ങൾ കടിമപ്പെടാതെ നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. 3. സിഗരറ്റ് ബട്ട് സമീപനം ഒഴിവാക്കുക. തന്റെ നിക്ഷേപത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ബഫറ്റ് അങ്ങേയറ്റം താഴ്ന്ന വിലയുള്ള അഥവാ എക്സ്ട്രീംലി അണ്ടർവാല്യൂഡ് സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള സിഗരറ്റ് ബട്ട് തന്ത്രം പിന്തുടർന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം നല്ല ബിസിനസ്സുകൾ ഫെയർ പ്രൈസിൽ വാങ്ങുക അഥവാ ബൈയിങ് വണ്ടർഫുൾ ബിസിനസ് അറ്റ് എ ഫെയർ പ്രൈസസ് എന്ന അതിമനോഹരമായ ഒരു സിദ്ധാന്തത്തിലേക്ക് മാറി. കാരണം ഇത് കൂടുതൽ ശാശ്വതമായ ലാഭം നൽകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത്ഭുതകരമായ വിലയ്ക്ക് ന്യായമായ ബിസിനസ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ന്യായമായ വിലയ്ക്ക് അത്ഭുതകരമായ ബിസിനസ് വാങ്ങുന്നതായിരിക്കും. 4. നിങ്ങളുടെ വൈദഗ്ധ്യ മേഖലയിലേക്ക് ചുരുങ്ങുക അഥവാ സ്റ്റേ വിതിൻ യുവർ സർക്കിൾ ഓഫ് കോമ്പറ്റൻസ്. ബഫറ്റ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളിൽ മാത്രം നിക്ഷേപിക്കുക എന്നാണ്. കോക്കാകോളയുടെ ഡിമാൻഡ് സ്ഥിരതയുള്ളതും ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്നുമുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം കോക്കാകോളയിൽ നിക്ഷേപിച്ചത്. അതുപോലെ നിങ്ങളുടെ നൈപുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ കണ്ടെത്തി നിക്ഷേപം നടത്തുമ്പോൾ വരുംവരായികകൾ ഒരു പരിധിവരെ തിരിച്ചറിയാൻ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കഴിയും. 5. വൻ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ബഫറ്റ് പറയുന്നത് ഏറ്റവും വലിയ പിഴവുകൾ നിങ്ങൾ ചെയ്ത തെറ്റുകളല്ല, മറിച്ച് നിങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോയ കാര്യങ്ങളാണ് എന്നാണ്. മിക്ക അവസരങ്ങളും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ. അതിനായി അദ്ദേഹം പറയാറുള്ള കാര്യം ആണ് ആമസോൺ കമ്പനിയിൽ നിക്ഷേപിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെട്ടത്. 6. നിക്ഷേപങ്ങളെ ഒരു ബിസിനസിന്റെ ഉടമസ്ഥതയായി കാണുക. ബഫറ്റ് നിക്ഷേപങ്ങളെ വിലയിരുത്തുന്നത് മുഴുവൻ കമ്പനിയും വാങ്ങുന്നത് പോലെയാണ്. അദ്ദേഹത്തിന് ആന്തരിക മൂല്യം അഥവാ ഇൻട്രിൻസിക് വാല്യൂ എന്നത് ഒരു ബിസിനസ് ഭാവിയിൽ സൃഷ്ടിക്കുന്ന എല്ലാ പണമൊഴുക്കുകളുടെയും അഥവാ ക്യാഷ് ഫ്ലോയുടെയും ആകത്തുകയാണ്. അത് അവയുടെ ഇന്നത്തെ മൂല്യത്തിൽ കിഴിവ് നൽകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ 1000 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഭാവിയിലെ ക്യാഷ് ഫ്ലോ ആ വിലയ്ക്ക് ന്യായമാണോ എന്ന് നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. 7. ദീർഘകാല മൂല്യത്തിന് പ്രാധാന്യം നൽകുക. ബിസിനസ്സുകൾ സ്വന്തമാക്കുന്നതിനോടുള്ള ബഫറ്റിന്റെ സമീപനം വളരെ വ്യക്തിപരമാണ്. ബിസിനസിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ കാര്യമായ മാറ്റം വരാത്തിടത്തോളം വില എത്രയായാലും ആസ്തികൾ വിൽക്കാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു. ഹ്രസ്വകാല ലാഭത്തിനായുള്ള വിൽപ്പനയെ അദ്ദേഹം തന്റെ കുട്ടികളിൽ ഒരാളെ വിൽക്കുന്നതിനോട് താരതമ്യം ചെയ്യുന്നു. ആരെങ്കിലും ഞങ്ങൾക്ക് വലിയ വില നൽകുന്നുവെന്ന് കരുതി ഞങ്ങൾ വിൽക്കുന്നില്ല. നിങ്ങൾ നിക്ഷേപിച്ച കമ്പനികളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന്റെ അത്യാവശ്യമില്ല എങ്കിൽ, നിങ്ങളുടെ ഷെയറിനെ അഥവാ നിങ്ങളുടെ ബിസിനസിനെ യഥേഷ്ടം വളരാൻ അനുവദിക്കുക. ബഫറ്റിന്റെ നിക്ഷേപ തത്വങ്ങൾ വളരെ ലളിതമാണ്. ബിസിനസിനെ മനസ്സിലാക്കുക, വലിയ അവസരങ്ങൾ കണ്ടുപിടിക്കുക, ദീർഘകാല മൂല്യങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങളൊരു തുടക്കക്കാരനായാലോ പരിചയസമ്പന്നനായാലോ ഈ തത്വങ്ങൾ നിങ്ങളെ മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ഉദ്ദേശത്തോടെ മാത്രമാണ് നൽകിയിരിക്കുന്നത്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നിർദ്ദേശം തേടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.